നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു സമൂഹം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തെ പാഴാക്കി കളയുന്ന ഒരു സമൂഹം വരുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാഹ വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. പിൽക്കാലത്ത് വരുന്ന ഒരു സമൂഹത്തെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് അവര് ശരീര ഇച്ഛയുടെ പിന്നാലെ പോയിട്ട് നമസ്കാരങ്ങൾ മുഴുവൻ പാഴാക്കി കളയുന്നവരാണ്. അവര് പരാജിതരായി പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ മുഅ്മിനായാൽ പിന്നെ അവന്റെ മേലെ ഏറ്റവും ബാധ്യതയായി വരുന്ന ഒന്നാണല്ലോ നമസ്കാരം. ആ നമസ്കാരം ഉപേക്ഷിച്ചവർ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അവൻ ഇസ്ലാമിന് പുറത്തു പോകുന്നവനാണ്. അവൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടാൻ ഒരിക്കലും കഴിയില്ല. ഇസ്ലാമിന്റെയും അഥവാ ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്സലാ, നിസ്കാരം ഉപേക്ഷിക്കലാണെന്നാണ് സ്വഹാബത്തിന്റെ അഭിപ്രായമുള്ളത്. പണ്ഡിതന്മാർ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമാണോ അവൻ നിസ്കരിക്കണം. മുസ്ലിമിന്റെ ഏറ്റവും ആദ്യത്തെ ഐഡന്റിറ്റി നിസ്കാരമാണ്. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ. ആരാണോ നിസ്കാരം നിലനിർത്തിയത്, ആരാണോ നിസ്കാരം കൃത്യമായി നിർവഹിച്ചത്, അവനാണ് മതബോധമുള്ളവൻ, അവൻ ഇസ്ലാമിനെ നിലനിർത്തിയവനാണ്. കാരണം നിസ്കാരം ദീനിന്റെ തൂണാണ്. ആ തൂണിനെ ആരെങ്കിലും പൊളിച്ചു കളഞ്ഞാലോ ഫമൻ ഹദമഹാ ഫഖദ് ഹദമദ്ദീൻ. തീർച്ചയായും നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് നിസ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞു കളഞ്ഞവരുണ്ടോ അവൻ ഇസ്ലാമിനെ തന്നെ പൊളിച്ചു കളഞ്ഞവനാണ്. അവനും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിപ്രായം. പ്രവാചകന്റെ അധ്യാപനം അതാണ്. സഹോദരങ്ങളെ, എന്തിനാ നിസ്കരിക്കാൻ നമ്മോട് അല്ലാഹു പറഞ്ഞത്? അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. നിസ്കാരം എന്നെ ഓർക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, സഹോദരന്മാരെ, സഹോദരിമാരെ, എങ്ങനെ അല്ലാഹുവിനെ നമുക്ക് മറന്നു കളയാൻ കഴിയും? അല്ലാഹുവിനെ ആരെങ്കിലും മറന്നു കളഞ്ഞു പോയാൽ അല്ലാഹു നമ്മളെ മറക്കുക തന്നെ ചെയ്യും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ശരീര ഇച്ഛകളുടെ പിന്നാലെ നടക്കുന്ന, കളിതമാശകളിലും മൊബൈലിലും മറ്റുമായി ചുറ്റിക്കറങ്ങി നടക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര പേരാണ് നിസ്കാരമില്ലാത്തവർ? എത്ര ചെറുപ്പക്കാരാ നിസ്കാരമില്ലാത്തവർ? എത്ര സഹോദരിമാരാ നിസ്കാരമില്ലാതെ ജീവിക്കുന്നവർ? എത്രയോ വിദ്യാർത്ഥികൾ നിസ്കാരത്തിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല. പ്രായമേറിയിട്ടും എത്രയോ പ്രായമുള്ള ഉമ്മമാര്, ഉപ്പമാര് നിസ്കാരമില്ലാതെ ജീവിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല തന്നെ പറയുന്നു, അല്ലാഹുവിന്റെ സ്മരണയെ ഉണ്ടാക്കുന്ന നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തെ ഉപേക്ഷിച്ച് കളയുന്നവർ അവര് സൂക്ഷിക്കണേ. അല്ലാഹു ഭൂമിയിൽ വെച്ച് തന്നെ അവരെ ശിക്ഷിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു അവരെ ശിക്ഷിക്കും. അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞു പോയാൽ, അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞു പോയാൽ അല്ലാഹു തആല അവന്റെ ജീവിതം കുടുസാക്കി കളയും. അവന് രോഗങ്ങളെ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തും, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുത്തും, മോശമായ മക്കളെ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തും, അനുസരണയില്ലാത്ത ഭാര്യയെ കൊടുത്തുകൊണ്ട് അവന്റെ ജീവിതം അല്ലാഹു ക്ലേശത്തിലാക്കും. അവന് പ്രയാസം നിറഞ്ഞ ഒരു ജീവിതം കൊണ്ട് അവനെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരാണോ എന്റെ സ്മരണയെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് ജീവിച്ചത്, അവന് ക്ലേശകരമായ, ഞെരുക്കമുള്ള, പ്രയാസമുള്ള, പ്രതിസന്ധികളുടെ ജീവിതമായിരിക്കും അവന് നാം നൽകുക. ഒരിക്കലും അവന് സമാധാനം കൊടുക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇത് ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് രോഗം വരാതിരിക്കാൻ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കാൻ, ജീവിതം കുടുസാകാതിരിക്കാൻ, മക്കള് മോശമായി പോകാതിരിക്കാൻ, റിസ്ക് വിശാലമാകാൻ, ഭാര്യ അനുസരണമുള്ളവളാകാൻ, കുടുംബജീവിതം സന്തോഷദായകമാകാൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സന്തോഷവും റാഹത്തും ഉണ്ടാവാൻ ഒരു വിശ്വാസി ചെയ്യേണ്ട ആദ്യത്തെ കടമ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട നമസ്കാരത്തിനെ കൃത്യമായി നിർവഹിക്കലാണ്. ആരെങ്കിലും അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹു ഇവിടെ വെച്ച് തന്നെ അവനെ പരീക്ഷിക്കുമെന്നാണ് ഖുർആൻ. തീർന്നില്ല. അല്ലാഹു തആല ഈ ലോകത്തോട് വിട പറയുന്ന സമയം നമുക്കുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് നന്നായി മരിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമുണ്ടല്ലോ. ആരാണെങ്കിലും ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. ആ വിട പറയാൻ വേണ്ടി നമ്മളൊക്കെ കാത്തു കിടക്കുന്ന സമയമുണ്ടല്ലോ. നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളിലേക്ക് വരുമ്പോ ഭീകരമായ അവസ്ഥയായിരിക്കും അന്നേരം ഉണ്ടാവുക. ദാഹിച്ചു വരഞ്ഞു പോകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും സമാധാനത്തോടെ മരിക്കാൻ കഴിയില്ല. കഠിന കഠോരമായ രൂപത്തിലായിരിക്കും അവന്റെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കുക എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല സഹോദരങ്ങളെ. പ്രവാചകൻ ഒരിക്കൽ മദീന പള്ളിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു യുവാവ് ഓടി വരുന്നു. എന്നിട്ട് പള്ളിയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മോനെ, എന്താ നീ കരയുന്നത്? എന്താടാ നിനക്ക് സംഭവിച്ചത്? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോടാ വന്ന യുവാവ് പറഞ്ഞു, നബിയേ, എന്റെ പിതാവ് മരണപ്പെട്ടു നബിയേ. ആ പിതാവിന്റെ ജനാസ സംസ്കരണത്തിന് സഹായിക്കാൻ എന്റെ കൂടെ ആരുമില്ല നബിയേ. എനിക്ക് ആ ഉപ്പയുടെ ജനാസ കഫം പൊടിയാനുള്ള കഫം പുട പോലും എന്റെ കയ്യിലില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സഹാബാക്കളെ അതിനു വേണ്ടി പറഞ്ഞേക്കുകയാണ്. അവര് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തതാ കറുത്തിരുണ്ട ഒരു പന്നിയുടെ കോലത്തിലാണ് കിടക്കുന്നത്. അവര് പേടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം പറയുന്നു. പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേക്കുന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അത് പന്നിയുടെ കോലത്തിലാണ് കിടക്കുന്നത്. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറഞ്ഞുപോയി. ആ മനുഷ്യന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. പടച്ചവനേ, എന്റെ ഉമ്മത്തിനെ നീ ഭൂമിയിൽ വെച്ചുകൊണ്ട് കോലം മറിക്കല്ല അല്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ ദുആ ചെയ്തപ്പോ ആ മനുഷ്യന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. അങ്ങനെ മയ്യത്തിന് വേണ്ട ജനാസ സംസ്കരണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നു. കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് മറമാടാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് മയ്യത്തെടുക്കുകയാണ്. അവിടെ അതാ ഖബറിലേക്ക് മയ്യത്ത് ഇറക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, വീണ്ടും ആ മയ്യത്ത് പന്നിയുടെ കോലത്തിലേക്ക് മാറുകയാണ്. സ്വഹാബാക്കളൊക്കെ പേടിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ വേഗം മറമാടാൻ വേണ്ടി കൽപ്പന കൊടുത്തു. ആ ജനാസയുടെ മറമാടൽ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ആ യുവാവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, മോനെ, നിന്റെ വാപ്പ അയ്യു അമലിൻ കാന യഅമലു അബൂക ഫിദ്ദുനിയാ, ദുനിയാവിൽ നിന്റെ വാപ്പ എന്ത് ദോഷമാ ചെയ്തത്? നിന്റെ ഉപ്പയുടെ ജനാസ നീ കണ്ടില്ലേ? ഈ അവസ്ഥയിൽ നിന്റെ ഉപ്പയുടെ ജനാസ ആകാനുള്ള കാരണം എന്താണ്? നിന്റെ ഉപ്പ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോ ആ മകൻ പറയുന്നു, എന്റെ ഉപ്പ കുഴപ്പക്കാരനല്ല, എന്റെ ഉപ്പ മോശക്കാരനല്ല പ്രവാചകരെ, നല്ല മനുഷ്യനാണ്. പക്ഷേ നിസ്കാരം ഉണ്ടായിരുന്നില്ല. എന്റെ ഉപ്പ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളായിരുന്നു. ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ്. ഉടനെ സഹാബാക്കളെ വിളിക്കുന്നു, യാ സഹാബാ ഉൻദുറൂ
ഹാലമൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, കാണുന്നില്ലേ? നോക്കൂ, യബ്അസുഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിസ്ലൽ ഖിൻസീർ, ഈ രൂപത്തിൽ തന്നെയാണ് നാളെ പരലോകത്ത് അവനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക. അതുകൊണ്ട് സഹാബക്കളെ സൂക്ഷിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നിരവധി മയ്യത്തുകളെ കാണാൻ പോയിട്ടുണ്ട്, നിരവധി മയ്യത്തുകൾ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ നിസ്കരിക്കാത്ത ആളുടെ മരിപ്പിലും മരണ വീട്ടിലും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് നമുക്കൊക്കെ സംശയം വന്നേക്കാം. അതിന്റെ കാരണം ഒരിക്കലും നിസ്കാരം ഉപേക്ഷിച്ചവന് അങ്ങനെ ഒരു കുഴപ്പവും വരില്ല എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കരുതേ. അള്ളാന്റെ റസൂൽ ദുആ ചെയ്തില്ലേ, ഈ ഭൂമിയിൽ വെച്ച് നീ കോലം മറിക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് അള്ളാഹു കോലം മറിക്കാത്തത്. പക്ഷെ അള്ളാന്റെ റസൂല് അവസാനം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നാളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ പന്നിയുടെ കോലത്തിലാണ് അവനെ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ചവർക്ക് നാളെ മഹ്ശറിൽ വരുമ്പോ ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള കാര്യമാണ്. കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട്, കല്യാണത്തിന്റെയും മറ്റു ചടങ്ങുകളുടെയും സൽക്കാരങ്ങളുടെയും പേര് പറഞ്ഞിട്ട് എത്ര നിസ്കാരങ്ങളാ നമ്മൾ ഖളാക്കിയത്. നിസ്കാരമുള്ളവർ പോലും എത്ര നിസ്കാരങ്ങളാ ഖളാക്കിയത്. നിസ്കാരമില്ലാത്തവർ അങ്ങനെ മുഴുവൻ സമയവും തന്റെ ജീവിതത്തിൽ എല്ലാ നിസ്കാരം പോലും നിർവഹിക്കാതെ ജീവിച്ചു പോകുന്ന അശ്രദ്ധരായി ജീവിക്കുന്ന സമൂഹമേ, ചെറുപ്പക്കാരാ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പ്രായമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, ഇപ്പോഴും നിസ്കാരമില്ലാത്ത എത്രയോ ആളുകളാ ഉള്ളത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ജീവിതം കുടുസാകും മോനെ, മരണം വേദനാജനകമാകും മോനെ, ഖബറിൽ പോലും നിനക്ക് രക്ഷയില്ല.